ഇപ്പോൾ പെരിന്തൽമണ്ണ ദൃശ്യകൊലക്കേസ് പ്രതി വിനീഷിനെ പോലീസ് കൊണ്ടുവരികയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ്. പ്രതി വിനീഷിനെ മുംബൈയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. 2021 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെരിന്തൽമണ്ണ സ്വദേശിയായ ദൃശ്യയെ വിനീഷ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കുതിരവട്ടം പ്രതിയെ പിടികൂടി മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ കുതിരവട്ടത്തിൽ നിന്നും ചാടിപ്പോയ ദൃശ്യകൊലക്കേസിലെ പ്രതിയെയാണ് ഇപ്പോൾ കോഴിക്കോട് എത്തിച്ചിരിക്കുന്നത്. പ്രതി വിനീഷ് വിനോദിനെ മുംബൈയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ടി അനീസ് അലിയുണ്ട് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീസിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനീഷിനെ മുംബൈയിൽ നിന്നാണ് കേരള പോലീസ് സംഘം പിടികൂടുന്നത്. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, ഇപ്പോൾ ഈ പ്രതിയെ എങ്ങോട്ടാണ് ഇനി പോലീസ് കൊണ്ടുപോവുക? വൈദ്യപരിശോധനയൊക്കെ ആവശ്യമാണോ? ഇപ്പോൾ പ്രതിയെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. 2021 ഈ ദൃശ്യയെ ഈ പ്രതി കൊലപ്പെടുത്തുന്നത്. ദിനേശ് വിനോദ് എന്നാണ് പേര്. അദ്ദേഹം മഞ്ചേരി സ്വദേശിയാണ്. ഈ പെരിന്തൽമണ്ണ സ്വദേശിയായ ദൃശ്യയെ ഇയാൾ വിവാഹം ആലോചിക്കുകയും അത് നിരസിച്ചതിനെ തുടർന്ന് ഈ കുട്ടി കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആ പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലായിരുന്നു. വിചാരണ തടവുകാരനായി കഴിയുന്നതിനിടയിലാണ് കോഴിക്കോടുള്ള കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ 10-ാം തീയതിയാണ്. ഡിസംബർ 10-ാം തീയതി ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഡിസംബർ 30-ന് ഇദ്ദേഹം ശുചിമുറിയുടെ ചുമർ കുത്തി തുറന്നുകൊണ്ട് പുറത്തു ചാടുകയായിരുന്നു. നേരത്തെയും ഒരു കേസിൽ അറസ്റ്റിലായിരുന്ന ഈ പ്രതി നേരത്തെയും ഇതുപോലെ തന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് നടത്തിയ ആത്മഹത്യാ ശ്രമവും മാനസികാസ്വാസ്ഥ്യവും ഒക്കെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ നാടകമായിരുന്നു എന്ന തരത്തിലൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഒരു തവണ തടവിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പ്രതി വീണ്ടും അതേ സ്ഥലത്ത് നിന്ന് തന്നെ രക്ഷപ്പെട്ടു എന്നത്, ശുചിമുറി കുത്തി തുറന്നാണെങ്കിലും അയാൾ രക്ഷപ്പെട്ടു എന്നത് വലിയ തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് നാണക്കേടുണ്ടാക്കുകയും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാവുകയും ചെയ്തൊരു കാര്യമായിരുന്നു. എന്തായാലും അതിനുശേഷം ഇപ്പോൾ 3 മാസത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മുംബൈയിൽ നിന്നാണ് ആ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ അന്വേഷിച്ചിരുന്നു. ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാത്ത പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, മൈക്ക് ക്യാമറ ഒക്കെ കണ്ട സമയത്ത് അദ്ദേഹം ആദ്യം പറഞ്ഞത് എല്ലാം കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ എന്നാണ് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത്. ഒരു കുറ്റബോധവും ഇല്ല എന്ന് ചോദിച്ചപ്പോൾ മാറി നിൽക്ക് എന്ന രൂപത്തിലാണ് പ്രതികരണം ഉണ്ടായത്. ഏതായാലും ഒരു തരത്തിലുള്ള കുറ്റബോധവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ കൊലപാതകം നടത്തുന്ന സന്ദർഭത്തിൽ അയാൾ ചെയ്തതും ഒരു തരത്തിലും മാനസിക പ്രശ്നമുള്ള ഒരാളുടേതായ ചേഷ്ടകളായിരുന്നില്ല. കാരണം ഈ കുടുംബത്തിന്റെ, അതായത് ദൃശ്യയെ കൊലപ്പെടുത്തുമ്പോൾ ദൃശ്യയുടെ പിതാവ് നടത്തുന്ന കച്ചവട സ്ഥാപനത്തിന് അയാൾ തീയിട്ടിരുന്നു. അങ്ങനെ തീയിട്ടതിന് ശേഷം അങ്ങനെ കുടുംബത്തിന്റെയും ഈ പിതാവിന്റെയും ഒക്കെ ശ്രദ്ധ അതിൽ മാത്രമായി പോകുന്ന ഒരു സമയത്താണ് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ദൃശ്യയുടെ വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുന്ന ദൃശ്യയെ കൊലപ്പെടുത്തുന്നത്. കിടപ്പുമുറിയിലേക്ക് ചെന്നാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓട്ടോ ഡ്രൈവറാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇയാളാണ് പ്രതി എന്ന സംശയത്തിൽ പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കുന്നത്. ഇയാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. ഇതിനുശേഷം വിചാരണ തടവുകാരനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നതിനിടയിലാണ് ഇയാൾ പിന്നീട് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും ഇതേ തുടർന്ന് ഇപ്പോൾ
കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞ ഡിസംബർ 30-നാണ് ഇയാൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതേ തുടർന്ന് ഈ ജില്ല വിട്ടുപോയിട്ടുണ്ടാകുമോ എന്ന സംശയത്തിൽ വളരെ ജാഗ്രതായ പരിശോധനകളായിരുന്നു പോലീസും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വലിയ പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3 മാസത്തിന് ശേഷം ഇന്നിപ്പോൾ മുംബൈയിൽ വെച്ച്, ഇന്നലെയാണ് പിടികൂടിയത്, അതിനുശേഷം മുംബൈയിൽ വെച്ച് പിടികൂടിയ ആളെ അല്പസമയം മുമ്പാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. എന്തായാലും എത്തിക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരണം ചോദിച്ചിരുന്നു. ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാത്ത ശരീരഭാഷയായിരുന്നു അയാൾ പ്രകടിപ്പിച്ചത്. ശരി, ടി അനീസലിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മുംബൈയിൽ നിന്ന് പിടിച്ച പ്രതിയെ ഇപ്പോൾ കോഴിക്കോട് എത്തിച്ചിരിക്കുകയാണ് പോലീസ്.